വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇമ്പോർട്ടിംഗ് ഡേറ്റ ഇൻ ആർ എന്നുള്ളത്. ഇവിടെ ഫ്ലാറ്റ് ഫയൽസ് ഉണ്ട്. ഫ്ലാറ്റ് ഫയൽസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ഫയൽസ് ആണ്. അതായത് .txt, .csv ഇങ്ങനെയുള്ള ഫയൽസൊക്കെയാണ് ഫ്ലാറ്റ് ഫയൽസിൽ വരുന്നത്. ഇനി എക്സൽ ഫയൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അതെല്ലാം സ്പ്രെഡ്ഷീറ്റ് ഫയൽസ് ആണ്. അതായത് .xlx, .xlxx ഇങ്ങനെയുള്ളതൊക്കെയാണ് എക്സൽ ഫയൽസിൽ വരുന്നത്. ഇനി ആർ ഡേറ്റ ഫയൽ ഫോർമാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്പെഷ്യൽ ആർ ഫോർമാറ്റ്സ് ആയിട്ടുള്ള .rdx അതേപോലെ തന്നെ .rdata ഇതെല്ലാമാണ് വരുന്നത്. ഇവിടെ സിംപ്ലി ഇമ്പോർട്ടിംഗ് ഡേറ്റ ഇൻ ആർ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഫയൽസിനെല്ലാം ആറിലോട്ട് ലോഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമ്പോർട്ടിംഗ് ഡേറ്റ ഇൻ ആർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പോർട്ടിംഗ് ഡേറ്റ ഇൻ ആർ ചെയ്യുന്നത്. അതായത് ഡിഫറൻറ്റ് ഫയൽ ടൈപ്സിനെ ആറിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്യുവാണ് ഡേറ്റേനെ. അതാണ് ഇമ്പോർട്ടിംഗ് ഡേറ്റ ഇൻ ആർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ പ്രോഗ്രാം ടു ഇമ്പോർട്ട് ഡേറ്റ ഫ്രം CSV ഫയൽ ടു ആർ എന്നുള്ളത്. ഇതിൽ CSV എന്ന് പറയുന്നത് കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സാമ്പിൾ CSV ഫയൽ എടുത്തിട്ടുണ്ട്, students.csv എന്ന് പറഞ്ഞിട്ട്. അതിൽ CSV ഫയൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. കോമാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഫയൽസിനെയാണ് നമ്മൾ CSV ഫയൽ എന്ന് വിളിക്കുന്നത്. അതുമാത്രമല്ല CSV ഫയൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫയലാണ്. അവിടെ ഡേറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, റോസിലും കോളംസിലുമാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോമാസ് വെച്ചിട്ടാണ് അവിടുത്തെ വാല്യൂസ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. നെയിം, ഏജ്, മാർക്ക്. അവിടെ ഞാൻ കുറച്ച് നെയിംസും കൊടുത്തിട്ടുണ്ട്, അവരുടെ ഏജും അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് അവരുടെ മാർക്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു സാമ്പിൾ CSV ഫയൽ. ഇതിനെയാണ് നമ്മൾ ആർ പ്രോഗ്രാമിലോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ടു യൂസ് ദിസ് ഡേറ്റ ഇൻ ആർ നമ്മൾ എന്ത് ചെയ്യണം, CSV ഫയലിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് read.csv എന്ന് പറയുന്നത്. ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ CSV ഫയലിനെ ആറിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി അവിടെ ഹെഡർ ഈക്വൽ ടു ട്രൂ എന്ന് എഴുതിയിട്ടില്ലേ, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫസ്റ്റ് റോ കണ്ടെയ്ൻസ് കോളം നെയിംസ് എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ അവിടെ. ഇനി ഫസ്റ്റ് റോ വ്യൂ ചെയ്യാനാണ് നമ്മൾ ഹെഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡിൻ്റെ ഉള്ളിൽ സ്റ്റുഡൻസ് ഡേറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റോ വ്യൂ ചെയ്യാൻ പറ്റും. ഇനി വ്യൂ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ട്രക്ചർ STRൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റുഡൻസ് ഡേറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഡേറ്റ സെറ്റിൻ്റെ സ്ട്രക്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ.